ഒറ്റയ്ക്ക് അങ്ങോട്ട് നടന്നു പോയാൽ വലിയ പാമ്പൊക്കെ ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാ. കണ്ട കുക്കുംബർ, നല്ല രസമുണ്ട് കുക്കുംബർ. ഇതാ ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ദാ നമ്മളെ വീടിൻ്റെ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടോ. വീടിൻ്റെ പറമ്പല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ചെറിയ പാടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാടത്തിൽ കൂടെയൊക്കെ ഇന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം എന്താണ്, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴത്തെ പാടെന്ന് പറയുന്നത്. ചെറിയ പാടം കേട്ടോ. അപ്പോൾ പാടത്തിലൊക്കെ നിറയെ കപ്പയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്താണ്, തെങ്ങ് വെച്ചിട്ടുണ്ട്, പിന്നെ അങ്ങനെ ജാതിക്ക, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചീര, അങ്ങനെ കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അല്ല, വേറെ ആൾക്കാരുടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ അതിൻ്റെ ഇടയിൽ ചീര നിൽപ്പുണ്ടേ. ബാ നമുക്ക് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. വാടാ. അങ്ങനെ ഇടിക്കാതെ. ഇതാ കാന്താരി മുളക്. അപ്പം എന്താണ്, നിങ്ങൾ വിചാരിക്കും എനിക്കിത് തന്നെ പണിയുള്ളൂ എന്ന്. കാട്ടിക്കൂടെയും പറമ്പിൽ കൂടെ എല്ലാം കയറി ഇറങ്ങി നടക്കുന്നതാണോ പണിയെന്ന്. അപ്പം എന്താണ്, അതൊന്നും അല്ല കേട്ടോ പണി. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെ വീഡിയോ എടുത്തതെല്ലാം കാണിച്ചു തരാം. കുറേ ആൾക്കാർ, കൂട്ടുകാരൊക്കെ കാണാത്ത ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പോൾ അവരെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്താ ജാതിക്ക കണ്ട, ജാതിക്ക കാണാത്ത കൂട്ടുകാരൊക്കെ ജാതിക്ക കണ്ടോ കേട്ടോ. ഇത് ജാതി മരം നിറയെ ഉണ്ട് കേട്ടോ. കുഞ്ഞു ജാതിയാണേ, കുഞ്ഞു ജാതിയിൽ നിറയെ. ഇതാ കണ്ടില്ലേ, കണ്ണിന് നല്ല കുളിർമ നൽകുന്ന നല്ലൊരു കാഴ്ച. ഇതുപോലെ നമ്മൾ വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ വെറുതെയൊക്കെ നമ്മുടെ വീടിൻ്റെ പറമ്പും നമ്മുടെ നാടൊക്കെ ഒന്ന് കാണണം ഇടയ്ക്കൊക്കെ അല്ലേ. അതുപോലെ നിറയെ ചീരത്തോട്ടം കണ്ട. ചീരത്തോട്ടമൊന്നുമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ നട്ടു വെച്ചിരിക്കുന്ന തോട്ടം. പിന്നെ അതിനപ്പുറത്ത് വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി എന്ന് തോന്നുന്നു. വെണ്ടയുടെ വിളവെല്ലാം എടുത്ത് കഴിഞ്ഞ് അത് ബാക്കി വന്നിരിക്കുന്നതാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് മരം കണ്ട. പാഷൻ ഫ്രൂട്ട് അത് വലയല്ല, ഇങ്ങനെ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് അല്ലടാ, പാഷൻ ഫ്രൂട്ട്. ഇതാ ചീര, നല്ല രസമുണ്ട് കേട്ടോ ചീര കാണാൻ വേണ്ടിയിട്ട്. ചുമല ചീരയാണ്. അത് പറിക്കാറായി, പൂ വരുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അവർ പറിച്ചിട്ടില്ല. പിന്നെ അതിനിടയിൽ കപ്പ, പ്ലാവ്, ഇതെല്ലാം പാടത്താട്ടോ. പോകാം. വീട്ടിൽ മെയിനായിട്ട് ഇറങ്ങിയത് പിള്ളേർ ശാമിക വഴക്കുണ്ടാക്കി, നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഒരു ചെറിയ ചൂണ്ടയൊക്കെ എടുത്തിട്ടാണ് വന്നത്. ചൂണ്ട എടുത്ത് പാത്രമൊക്കെ കയ്യിലുണ്ട്, മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പാത്രം. അതുമെല്ലാം എടുത്തോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത്. പക്ഷെ മീനൊന്നും ഇല്ല കേട്ടോ. ഇപ്പം വെയിലല്ലായിരുന്നോ, വെയിലായതുകൊണ്ട് വെള്ളമൊക്കെ ചെറുതായിട്ട് പറ്റിപ്പോയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ വീണ്ടും വെള്ളം വന്നത്. ഈ കാണുന്നതിനകത്ത് വെള്ളമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു, ബാക്കിയെല്ലാം വെള്ളമൊക്കെ കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളം വന്നതിൽ മീൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ മീനൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വെയിൽ വന്ന് മഴയും കൂടെ പെട്ടെന്ന് വന്നുകൊണ്ട് വെള്ളമൊക്കെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് ചെറിയ പയർ കൃഷിയാട്ടോ. പയറിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ, നട്ട് വെച്ചതിങ്ങനെ. പയറൊന്നും ഉണ്ടായിട്ടില്ല, പയറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് മാറി ജാതി തന്നെയാണ്. അങ്ങോട്ട് കാണിച്ചു തരാം. അവിടെ കുക്കുംബറൊക്കെ കിടപ്പുണ്ടേ, അതൊന്ന് കാണിച്ചു തരാവേ. ഇതാ കണ്ട കുക്കുംബർ, നല്ല രസമുണ്ട് കുക്കുംബർ. ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ കിടപ്പുണ്ട്. അതിൽ കായും ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ പറിക്കുന്നൊന്നുമില്ല, നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ട, എന്ന രസമാണെന്ന് നോക്കി. അതിനിടയിലെല്ലാം ഉണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് കയറുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ ജാതിയാട്ടോ. അതെല്ലാം ജാതിക്കായ, വലിയ മരമാണ്. അതിലെല്ലാം നിറച്ച് ജാതിക്കായും കിടപ്പുണ്ട് കണ്ടോ. അവർ മീൻ പിടിച്ച് അവർ അങ്ങോട്ട് പോയി. മീൻ പിടിച്ചല്ല, തോട. വരുവാ. തോടാണേ, ചെറിയ തോട്. അതിൽ വെള്ളമൊന്നും അങ്ങനെ ഇല്ല. വെള്ളത്തിൽ അങ്ങനെ
പിള്ളേർ വീഴുമോയെന്നൊന്നും പേടിക്കണ്ട. അങ്ങനത്തെ അല്ല, ചെറിയ ചെറിയ തോട്. ഇത് കോവയ്ക്കയൊക്കെ പറിച്ച് കഴിഞ്ഞതാകും. കണ്ട കോവയ്ക്കയെല്ലാം പറിച്ച് കഴിഞ്ഞ് അതെല്ലാം ഇതായിപ്പോയതാണ്, വിളവെടുത്ത് കഴിഞ്ഞതാണ്. പിന്നെ ഇപ്പുറത്തെ പാടത്തിൽ പയർ, ഇത് കോവയ്ക്ക. കോവലിൻ്റെ പാടത്തിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കുംബറും കൂടെ നട്ടേക്കുന്നത്. ഒരു കൊല കിടക്കുന്ന നോക്കി, എന്നാ വലുതാന്ന് നോക്കി. അതിനിടയിലെല്ലാം പ്ലാവാട്ടോ വെച്ചിരിക്കുന്ന, കുഞ്ഞു പ്ലാവ്. അതിൽ ചക്കയുണ്ട് കേട്ടോ, അതാ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് പോകണില്ല, അവിടം വരെ നടന്ന് തിരിച്ച് ഇവിടം വരെ വരുമ്പോൾ മടുത്തു പോകും. കുറേ ദൂരമില്ല, പക്ഷെ എന്നാലും ഒരു മടി അവിടം വരെ പോകാൻ വേണ്ടി. ഒറ്റയ്ക്ക് അങ്ങോട്ട് നടന്നു പോയാൽ വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ചിട്ടാട്ടോ ഞാൻ പോവാത്തത്. അപ്പോൾ അതിനിടയിൽ കാന്താരി മുളക്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടത്തിലാണ് ഇതെല്ലാം നട്ട് വെച്ചേക്കുന്നത്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫുള്ള് കപ്പപ്പാടം, ഫുള്ള് കപ്പത്തോട്ടം കേട്ടോ. താങ്ക് യു. എന്തിന്? ഞാൻ കയറ്റിയതിന് എനിക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബക്കറ്റൊക്കെ പിടിച്ച് പോകണം. കണ്ട നമ്മുടെ ശാമിക മോള്. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിതുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പപ്പാടം. നമ്മുടെ കപ്പപ്പാടത്തിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ. അപ്പോൾ പിള്ളേരുമായിട്ട് വെറുതെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് എന്നാൽ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.